എം ടിയുടെ മഞ്ഞിൽ ഒരു പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എവിടെയൊക്കെയോ പറഞ്ഞു കേട്ടൊരു കോട്ടുണ്ട്, സ്നേഹമാണ് അഖില സാരം മോഴിയിൽ എന്ന് വെച്ചാൽ ഭൂമിയിലെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം സ്നേഹമാണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരാളാൽ സ്നേഹിക്കപ്പെടുക എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഒരു അനുഭൂതിയും ശരീരത്തെ സംബന്ധിച്ചത് ഹോർമോണിൻ്റെ പ്രക്രിയയാണ്. എന്നാൽ പലരെയും പിടിച്ചു നിർത്തുന്നത് പാസ്റ്റ് നിന്ന് കിട്ടിയ ട്രോമകളും അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താവുമെന്ന് ചിന്തിച്ചു കൂട്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ഓവർ ബോധേഡാവാതെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ ഭൂമിയിൽ എല്ലാത്തിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കാനാണ് മനുഷ്യന് കണ്ണു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സൗന്ദര്യം ആസ്വദിക്കുക, മറ്റൊരാളോട് പ്രണയം തോന്നിയാൽ അത് പോയി തുറന്നു പറയും. അതിലെന്ത് സംഭവിക്കും, ഭാവി എന്താണ്, പാസ്റ്റിലെ ട്രോമ പോലെ ആവോ, ഇതൊന്നും ചിന്തിച്ചധികം തല പോകാതിരിക്കുക. അതുപോലെ തന്നെ ജയ്ശെട്ടി പറഞ്ഞ ഒരു കോട്ടുണ്ട്, അതായത് ആളുടെ ഏപ്രിൽസ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: നിങ്ങളൊരു പൂവിനെ ലൈക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൂ പറിച്ചെടുക്കും. നിങ്ങളൊരു പൂവിനെ ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളതിനെ വെള്ളം ഒഴിച്ച് വളർത്തും.